ഇന്ധനം തീരാറായ ഘട്ടത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയ US നിർമ്മിത ബ്രിട്ടൻ്റെ F-35B സ്റ്റെൽത്ത് യുദ്ധവിമാനം കഴിഞ്ഞ 3 ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിൽ തന്നെ സുരക്ഷിതമായുണ്ട്. വിമാനവുമായി തിരികെ HMS പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് മടങ്ങാനാകാതെ കുഴങ്ങുകയാണ് അതിൻ്റെ പൈലറ്റും ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധരും. സാങ്കേതിക വിദഗ്ധരെത്തിയ വിമാനവാഹിനിയിലെ കോപ്റ്റർ തിരികെ വീണ്ടും എത്തിയെങ്കിലും പോർ വിമാനത്തിനുണ്ടായ തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടീഷ് വിദഗ്ധർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്താണ് തകരാറെന്ന് ഇവർ പുറത്ത് പറയുന്നുമില്ല. ഇന്ധനം തീർന്നതാണോ, അതോ ഇന്ധന ടാങ്ക് ലീക്കായതാണോ, അതോ ഗുരുതരമായ മറ്റെന്തെങ്കിലും തകരാറാണോ? എങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും മുന്തിയ അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തിന്, ബ്രിട്ടൻ സ്വന്തമാക്കിയ ആ വിമാനത്തിന് അങ്ങനെ പെട്ടെന്നൊരു തകരാർ വരുമോ, അതോ ഈ തകരാർ സ്ഥിരം പരിപാടിയാണോ? ഈ വിമാനം സ്വന്തമാക്കിയ ലോക സൈന്യശക്തികൾ തകരാർ പുറത്ത് പറയാത്തതാണോ? എന്തായാലും 3 ദിവസമായി UK അമേരിക്കൻ നിർമ്മിത സ്റ്റെൽത്ത് തിരുവനന്തപുരത്തുണ്ട്. അമേരിക്കൻ നിർമ്മിത പോർ വിമാനങ്ങളുടെ ഗതി ഇനി അത് ഏത് പുതുതലമുറ വിമാനമായാലും എത്ര വില കൂടിയ വിമാനമായാലും അതിൻ്റെ അറ്റകുറ്റ സാങ്കേതിക വിദ്യയും നിർമ്മാണ രഹസ്യങ്ങളുമൊക്കെ US മാത്രം സ്വന്തമാണ്. അങ്ങനെങ്ങ് US അത് മറ്റാർക്കും കൈമാറുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മുന്നിൽ റഫേൽ വിമാനങ്ങൾ വേണമോ, അമേരിക്കയുടെ F-35 വിമാനങ്ങൾ വേണമോ എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ഇന്ത്യ കണ്ണുമടച്ച് പറഞ്ഞത് റഫേൽ മറീൻ വിമാനങ്ങൾ മാത്രം മതി, F-35 വേണ്ട എന്ന്. ബ്രിട്ടീഷ് നാവികസേനയുടെ ഈ F-35 വിമാനത്തിൻ്റെ തിരിച്ചുപോക്ക് വൈകുന്നതോടെ വിവാദങ്ങളും അഭ്യൂഹങ്ങളും കനക്കുകയാണ്. പക്ഷേ ലോകമാധ്യമങ്ങൾ ഇത് അത്ര അറിഞ്ഞതായി പോലും ശ്രദ്ധ കൊടുത്തിട്ടില്ല. കാരണം അവർക്കറിയാം F-35 എന്ന അമേരിക്കൻ വിമാന നിർമ്മാണ ഭീമൻ കമ്പനിയുടെ ആ F-35 വിമാനത്തിന് ഒരു തകരാർ സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്താൽ മാനക്കേട് അമേരിക്കയ്ക്ക് തന്നെയാണെന്ന്. ദിവസങ്ങൾ ഇത്രയുമായതോടെ ബ്രിട്ടീഷ് പോർ വിമാനത്തിന് നമ്മുടെ CASF കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ CASF തന്നെയാണ് ആ സുരക്ഷ സംബന്ധിച്ച ആ ചിത്രങ്ങൾ പുറത്തുവിട്ടതും F-35B യുദ്ധവിമാനത്തിന് സമീപം CASF ജവാന്മാർ കാവൽ നിൽക്കുന്നതും സമീപത്ത് കവചിത വാഹനം എന്തിനും സജ്ജമാക്കി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതും ചിത്രത്തിൽ കാണാം. ഇത് അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിക്കുന്ന ലോകത്തിൻ്റെ പേടി സ്വപ്നമായ സ്റ്റെൽത്ത് യുദ്ധവിമാനം, 5ാം തലമുറ യുദ്ധവിമാനം. അങ്ങനെ ഒരു ചെറിയ പനി വന്നാലൊന്നും വാടിക്കൊഴിയുന്ന വിമാനമല്ലതെന്ന് അന്താരാഷ്ട്ര വ്യോമയാന വിദഗ്ധർക്കറിയാം. മഴയും കാറ്റും പ്രതികൂല കാലാവസ്ഥയുമൊക്കെ കണ്ടാൽ കടക്ക് പുറത്തുനിന്ന് ധൈര്യത്തോടെ പറയാൻ തക്ക ചങ്കൂറ്റവും സാങ്കേതിക ശക്തിയുമുള്ളതാണ് ഈ അമേരിക്കൻ നിർമ്മിത F-35B യുദ്ധവിമാനങ്ങൾ. എന്നിട്ടും കനത്ത ഒരു പണി കിട്ടി. തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ വെയിലും മഴയുമേറ്റ് കിടക്കാനുള്ള ഗതികേടാണ് ഈ വിമാനത്തിൽ. കാവല യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കപ്പലിൽ നിന്നും എത്തിച്ച 3 പേരുമാണ് ഇപ്പോൾ വിമാനത്തിൻ്റെ പരിസരത്തുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും വിമാനത്താവളത്തിനുള്ളിലെ എമർജൻസി മെഡിക്കൽ സെൻ്ററിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് അധികൃതരും വിമാനത്താവള അധികൃതരും ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച ലാൻഡ് ചെയ്ത പാടെ ബ്രിട്ടീഷ് പൈലറ്റ് ആവശ്യപ്പെട്ടത് ഒരു കസേരയാണ്. അങ്ങനെ ആ പൈലറ്റ് തൻ്റെ F-35 വിമാനത്തിനരികിൽ കസേരയിട്ട് ഏറെ നേരം ഇരുന്നു. എന്നിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് അധികൃതരുമായി ഒന്ന് സംസാരിക്കാൻ പോലും ബ്രിട്ടീഷ് പൈലറ്റ് തയ്യാറായത്. ഇന്ത്യൻ നേവിയുമൊത്ത് സൈനിക അഭ്യാസത്തിനെത്തിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന F-35B യുദ്ധവിമാനമാണ് കടലിലെ മോശം കാലാവസ്ഥയും ഇന്ധനക്കുറവും കാരണം കപ്പലിൽ തിരിച്ചിറങ്ങാനാകാതെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇതാണ് ഔദ്യോഗിക ഭാഷ്യം. ഞായറാഴ്ച ഉച്ചയോടെ ഇന്ധനം നിറച്ചെങ്കിലും പരിശോധനയിൽ സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മടക്കയാത്ര നടന്നില്ല. തകരാർ പരിഹരിച്ച് രാവിലെ 11 മണിയോടെ ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ തിരികെ പോകാനായിരുന്നു ഷെഡ്യൂൾ. പക്ഷേ എഞ്ചിനീയർമാരെ തിരികെ കപ്പലിലേക്ക് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ടുവിട്ട അതേ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ചോപ്പറും എത്തിയിരുന്നു. എന്നാൽ ഇന്നും ആ തകരാറെന്തെന്ന് കണ്ടെത്തി പരിഹരിക്കാൻ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് തകരാർ യഥാർത്ഥത്തിൽ? ആദ്യം പറഞ്ഞത് വിമാനവാഹിനിയിൽ നിന്നും പറന്നുയർന്ന ശേഷം പ്രതികൂല കാലാവസ്ഥയിൽ തിരികെ ഇറങ്ങാൻ സാധിച്ചില്ല എന്നായിരുന്നു. പലതവണ ശ്രമിച്ചു, ലാൻഡിംഗ് നടന്നില്ല എന്നായിരുന്നു. അങ്ങനെ വിമാനവാഹിനി കപ്പലിനെ ചുറ്റിക്കറങ്ങി ഇന്ധനം തീർന്നപ്പോഴാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിങ്ങിന് അഭ്യർത്ഥന നൽകിയത്. അങ്ങനെ ലോകത്തെ
ഞെട്ടിച്ച 5ാം തലമുറ യുദ്ധവിമാനത്തിൽ അങ്ങനെ ഇന്ധനം തീരുമോ? മുന്തിയ വിമാനമാണ്. അതോ ഇന്ധന ടാങ്ക് ലീക്ക് ആയതാണോ? അതോ മറ്റെന്തെങ്കിലും ഗുരുതരമായ സാങ്കേതിക തകരാറാണോ? എന്തായാലും 1-2 ദിവസം കൊണ്ട് പരിഹരിക്കാനാകാത്തൊരു കനത്ത സാങ്കേതിക തകരാറാണ് ഈ അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ബ്രിട്ടീഷ് സൈന്യം വാങ്ങിയ ബ്രിട്ടീഷ് നേവിയുടെ F-35B യുദ്ധവിമാനത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. എന്തായാലും 100 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാത്തിരിക്കുകയാണ് തങ്ങളുടെ ടീമിലെ അംഗമായ F-35 യുദ്ധവിമാനത്തെയും പൈലറ്റിനെയും തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ലോകത്തെ ഏറ്റവും മുൻനിര യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിറക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആ വിമാനങ്ങൾ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾക്ക് മാത്രം വിൽക്കുകയും കൈമാറുകയും ചെയ്യുന്ന, എന്നാൽ അതിൻ്റെ സാങ്കേതിക വിദ്യ മാത്രം ആർക്കും ഇതുവരെയും നൽകാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഈ F-35 വിമാനങ്ങൾ അമേരിക്ക തങ്ങളുടെ സ്വന്തവും പരമാധികാരവുമായ യുദ്ധവിമാനം എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും F-35 യുദ്ധവിമാനം വാങ്ങിയ ലോകരാജ്യങ്ങൾക്കറിയാം, ലോക സൈനിക ശക്തികൾക്കറിയാം, ആ വിമാനത്തിന് തകരാറ് സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർ തന്നെ വരണം. അതുപോലെ തന്നെ ലോകത്തെമ്പാടും പല രാജ്യങ്ങളും F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കൂട്ടാക്കാത്തതിന് മറ്റൊരു കാരണമുണ്ട്. ഈ വിമാനങ്ങളുടെ ശക്തി, പ്രവർത്തനം മന്ദീഭവിക്കാൻ കുറയ്ക്കാനായിട്ട് അമേരിക്കയുടെ കയ്യിൽ സാങ്കേതികവിദ്യയുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനങ്ങളുടെ എൻജിൻ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, എൻജിൻ മരവിപ്പിച്ച് നിർത്തിയിടാനും അമേരിക്കയുടെ ആ സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുമെന്ന് ലോകമെമ്പാടും ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള ചില സൈനിക രാജ്യങ്ങൾ അമേരിക്കയുടെ F-35 വിമാനം തേടിപ്പോകാതെ മറ്റ് ഫ്രാൻസിൻ്റെ ദസോൾട്ട് ഏവിയേഷൻ്റെയൊക്കെ മറ്റ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടത്.